നമ്മൾ ഈ തീക്കട്ടയ്ക്ക് മേൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്വർണം കളവ് പോവുകയാണ്. പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ കേന്ദ്രമായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു. ഒരു ബനാന റിപ്പബ്ലിക് പോലെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ പോലീസുകാരും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരിപ്പോഴും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല. കരിപ്പൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ആക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ആക്ഷേപം പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് കളവ് പോയിരിക്കുന്നത്. നമ്മൾ ഈ തീക്കട്ടയ്ക്ക് മേൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്വർണം കളവ് പോവുകയാണ്. പൊതുവിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷനെ കുറിച്ച് ഒരു സ്വർണ്ണമയമുള്ള ആക്ഷേപം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്കും കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പലപ്പോഴും ഒരു ആക്ഷേപത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പോലീസുകാർ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ സ്വർണം പിടുത്തവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 170ഓളം കേസുകൾ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് പിടിച്ച സ്വർണം കസ്റ്റംസിനെ അറിയിക്കാത്ത രീതിയിൽ പോലീസ് തന്നെ കൈകാര്യം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ നോട്ടീസ് 3 SHOമാർക്ക് ഷോക്കോസ് നോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് നേരെ വകുപ്പ് തല അന്വേഷണം നടന്നു എന്നാണ്, തുടക്കമിട്ടു എന്നാണ് അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വകുപ്പ് തല അന്വേഷണത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ അറിയാത്തൊരു സാഹചര്യമാണ്. പല അന്വേഷണങ്ങളും മരവിപ്പിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് DRIയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, സിവിൽ പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്യുന്നതും. അയാളിപ്പോൾ സസ്പെൻഷനിലാണ്. പക്ഷേ ഇവർക്കെതിരെ ഒന്നും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ഭരണ തലപ്പത്തിലിരിക്കുന്നവരുടെ സഹായത്തോടു കൂടി സംരക്ഷണത്തോടു കൂടി രക്ഷപ്പെട്ടു പോകുന്നതാണ് പതിവായി നടക്കുന്ന കാര്യം. നേരത്തെ ഞങ്ങൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പിണറായി സർക്കാരിൻ്റെ സംരക്ഷണത്തിലായിരുന്നു ഇവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. വകുപ്പ് തല അന്വേഷണത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ആർക്കും അറിയില്ല. അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു അറിയില്ല. അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒക്കെ കേന്ദ്രമായി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു. ഒരു ബനാന റിപ്പബ്ലിക് പോലെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ. അവിടുത്തെ പോലീസുകാരും അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും പ്രവർത്തിക്കാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കേരളം ഭരിച്ച സർക്കാരിൻ്റെ പിന്തുണയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിപ്പോകുന്നത്. ഇതിനെതിരായിട്ട് ഞങ്ങൾ ഒരു അന്വേഷണം വേണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ TV ഇബ്രാഹിം MLA അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ ആക്ഷേപങ്ങളെ മുഴുവൻ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയും ഈ കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, കേരളത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരിപ്പോഴും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പിണറായി വിജയനാണെന്ന ഒരു ബോധ്യത്തിലാണ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ഈ ഭരണത്തിൻ്റെ തണലിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അഴിമതി നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോകാമെന്നാണ് അവരൊക്കെ കരുതുന്നതെന്നാണ് അവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ധ്വനിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഭരണം മാറിയിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഭരണം മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അഴിമതിക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, നിയമവിരുദ്ധമായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളതെന്ന് അവർ മനസ്സിലാക്കണം. അവർ നേരത്തെയുള്ള ആലസ്യത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരണം. ഈ അഴിമതിയും അതുപോലെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാമെന്ന് അവർ കരുതരുത്. ഞങ്ങൾ ഇന്ന് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ച് എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാർച്ചാണ്. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഇപ്പോൾ തൂഫാൻ അടക്കമുള്ള ഈ മയക്കുമരുന്നിനെതിരായി, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ട് വലിയ മുന്നേറ്റങ്ങൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം
സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉറക്കം വിളിച്ചുകൊണ്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ട് വലിയ ശ്രമം നടത്തുമ്പോൾ പോലീസിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ അത്തരത്തിലുള്ള സത്യസന്ധന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ വരെ കളങ്കം ചാർത്തുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സ്വർണം മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DRIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അയാൾ ഇപ്പോൾ സസ്പെൻഷനിലാണെന്ന് കേൾക്കുന്നത്. പക്ഷേ പിന്നീട് ഒരു നടപടിയും അയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. നേരത്തെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റിന് തയ്യാറാവുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിലുള്ള ലഹരി മാഫിയോടക്കം ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ സ്പെയർ ചെയ്യപ്പെടും, രക്ഷപ്പെടുമെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം റദ്ദു ചെയ്യുന്നതിന് കൃത്യമായ നടപടി ഉണ്ടാവണം. വകുപ്പ് തല നടപടിയല്ല, അതിൽ ഉൾപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വർണ്ണ കളവുമായി അതേപോലെ തന്നെ നേരത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മൊത്തത്തിലൊരു അന്വേഷണവും അതുപോലെ തന്നെ ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനാണുള്ളത്. അതിനുവേണ്ടി കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഈ പോലീസുകാർ തന്നെ ഈ അന്വേഷണം നടത്തേണ്ട പോലീസുകാർ പിടിക്കാനുള്ള ചാർജ് കൊടുക്കേണ്ട പോലീസുകാർ ഇവർ തന്നെ ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുക, ഇവർ തന്നെ കളവ് നടത്തുക. അതുപോലെ പല രീതിയിലും നമുക്കറിയാം, നേരത്തെ പല രീതിയിലും സ്വർണ്ണക്കളവ് നടന്നിട്ടുള്ളതാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പം വലിയൊരു എയർപോർട്ട് കേരളത്തിലെ മലബാർ കേന്ദ്രീകരിച്ചുള്ള കരിപ്പൂർ എയർപോർട്ട്, അതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനൊരു നടപടിക്ക് നീങ്ങുമ്പോൾ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലാണ്. ശക്തമായി വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം യുവജന ജനങ്ങൾ ശക്തമായി ഇടപെടും, ശക്തമായ പ്രക്ഷോഭത്തിലിറങ്ങും. നിവേദനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ MLA TV ഇബ്രാഹിം അവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. SIT അന്വേഷണം വേണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ വലിയൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്.